മിഥുന സിനിമയുടെ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം FBയിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് ഉർവശി ഒരു മാഗസിനിൽ പറഞ്ഞ ഒരു കാര്യം ഒരാളെടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നതാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മിഥുനത്തിൻ്റെ ക്ലൈമാക്സിനോട് ഉർവശി യോജിക്കുന്നുണ്ടായിരുന്നില്ല, സുലോചന സേതുമാധവൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു ഉർവശി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചെറുപ്പത്തിൽ അത് വായിച്ച സമയത്ത് അതെന്തുകൊണ്ടാണ് ഉർവശി അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചുകൂടി വളർന്ന് വലുതായതിനു ശേഷം വീണ്ടും ആ സിനിമ കാണുമ്പോൾ ശരിക്കും ഉർവശിയുടെ കഥാപാത്രം സുലോചന മോഹൻലാലിന്റെ കഥാപാത്രമായ സേതുമാധവന്റെ വീട്ടിലേക്ക് മടങ്ങി പോകേണ്ടതില്ലായിരുന്നു എന്നാണ് തോന്നിയത് എന്ന രീതിയിലാണ് ആ ഒരു പോസ്റ്റ് ഉള്ളത്. അത് വായിച്ചപ്പോൾ എനിക്കും തോന്നി, ശരിയാണ്, ആ സിനിമ പണ്ട് നമ്മൾ കണ്ടതുപോലെയല്ല. ഇപ്പൊ അത് കാണുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെ വലിയ രീതിയിലുള്ള നമ്മുടെ കുറെ മാറ്റങ്ങൾ, സമൂഹത്തിന്റെ മാറ്റങ്ങൾ കൂടിയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ശരിയാണ് ആ പറഞ്ഞത് എന്ന് തോന്നി. വാസ്തവത്തിൽ ഈ പോസ്റ്റും ഞാൻ കണ്ടിട്ടില്ല, ഈ അഭിമുഖത്തിനെ കുറിച്ച് പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷെ കല്യാണത്തിന് ശേഷം എനിക്ക് റിയലൈസേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള അർത്ഥത്തിലല്ല. മിഥുനം ആ കാണുന്ന സമയത്ത് 1993 ഇറങ്ങിയ സിനിമ, ആ സമയത്ത് കാണുമ്പോൾ എനിക്കും ഉർവശിയുടെ കഥാപാത്രത്തോട് എന്തിനിങ്ങനെ പെരുമാറുന്നു, ഒന്ന് സേതുമാധവനെ മനസ്സിലാക്കിക്കൂടെ, കുറച്ച് സമാധാനം കൊടുത്തൂടെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ കാലം കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ആ സിനിമ കാണുമ്പോൾ, കല്യാണത്തിന് ശേഷം എന്നല്ല, ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം കുറച്ചൊന്ന് സേതുമാധവനെ, സുലോചനയെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യമല്ലേ പറഞ്ഞത്? സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സ്ത്രീകളുടേതെന്ന് പോട്ടെ, സേതുമാധവൻ എന്തിനാണ് ഇത്രയും ഭാരം തൻ്റെ ഉള്ളിൽ? എല്ലാം ഞാൻ തന്നെ സഹിക്കണം, ഷെയർ ചെയ്യാൻ പാടില്ലേ? അതെ, അതിൽ ശരിക്കും ഉർവശി പലതവണ ചോദിക്കുന്നു. എനിക്കൊന്ന് അതിൽ കല്യാണ സീൻ ആദ്യത്തെ കാണിക്കുന്നുണ്ടല്ലോ, ഈ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞ് സേതുമാധവൻ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരുപാട് വൈകിയാണ് സേതുമാധവൻ വീട്ടിലെത്തുന്നത്. അപ്പോഴും ഭാര്യയായിട്ടുള്ള സുലോചന കാത്തിരുന്ന് പറയുന്നുണ്ട്, നല്ല നിലാവുണ്ടായിരുന്നു, എനിക്ക് നമ്മൾ ഒരുമിച്ച് പറമ്പിലൂടെ നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സേതുമാധവൻ അതൊന്നും ശ്രദ്ധിക്കാതെ, അയാളുടെ ക്ഷീണമുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല, പക്ഷേ താലി കെട്ടി കൊണ്ടുവന്ന ഒരു പെണ്ണ് വീട്ടിലിരിക്കുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ എപ്പോഴെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അയാൾ കയറി ബെഡിൽ കിടക്കുന്നുണ്ട്. സേതുമാധവൻ കിടന്ന് ഭയങ്കര ക്ഷീണത്തോടെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട്, നിലാവത്താണ് പാമ്പുകൾ ഇറങ്ങുക എന്നാണ് സേതുമാധവന്റെ ഈ റൊമാൻറ്റിക് ആയുള്ള ഭാര്യയുടെ ഈ ഒരു ആഗ്രഹത്തോടുള്ള മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഭാര്യ ഓൾറെഡി, ഈ സുലോചന ഓൾറെഡി ഇയാൾ മുൻപ് കൊടുത്ത ലവ് ലെറ്റേഴ്സിൽ ഇതൊക്കെ വായിച്ചിട്ടുണ്ടാകും. അതിൽ നിന്നാണ് ഇത് പറയുന്നത്. പലതവണ അവർ ഈ ലെറ്റർ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ, എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു, അന്ന് എത്ര സ്നേഹത്തോടെ സംസാരിച്ചത് എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ ഒരു സ്വപ്നം കൂടിയായിരിക്കും ഈ നിലാവത്ത് നമുക്ക് പറമ്പിലൂടെ നടക്കാം, സംസാരിച്ചുകൊണ്ട് നടക്കാം എന്നൊക്കെയുള്ളത്. അതേ കാര്യം വിവാഹം കഴിഞ്ഞ് വന്ന രാത്രിയിൽ പറയുമ്പോൾ അവിടെ പാമ്പുകൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു മറുപടി കേൾക്കുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ ആലോചിക്കണം. തീർച്ചയായിട്ടും നമുക്കത് അംഗീകരിക്കാൻ, ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ പാർട്ണറാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നമുക്കിപ്പോൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്നു. അത് മാത്രമല്ല, ഈ കത്തിൻ്റെ കാര്യം പറയുമ്പോൾ സേതുമാധവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ ബാലിശമായി എഴുതിയ കാര്യങ്ങൾ വിശ്വസിച്ച് ആ ഫാൻറ്റസിയിൽ നീ ഇപ്പോഴും ജീവിക്കണമെന്ന്. ആ കത്തിനെ വിശ്വസിച്ചിറങ്ങി വന്നവളാണ് അവള്. അപ്പം മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ചില സ്റ്റേജുകളിൽ കുറച്ചെങ്കിലും ആ പരിഗണന കൊടുത്തിരുന്നെങ്കിൽ. അതെ, പ്രണയിക്കുന്ന സമയത്ത് കുറെ വിചാരിച്ചു കൂട്ടി അങ്ങനെയൊക്കെ ജീവിക്കാം, ഇങ്ങനെ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതിന്റെ ചിലപ്പോൾ ഒരു 10% ആയിരിക്കും യാഥാർത്ഥ്യത്തിൽ നടക്കുക. പക്ഷെ ആ 10% മറ്റേയാൾ ഡിസർവിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ സീനിന് തൊട്ട് ശേഷം വരുന്നത് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, സേതുമാധവൻ പറയുന്നത്, ഞാൻ കഴിച്ചു എന്ന് പറയുന്നു. എവിടെ നിന്ന് കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചു, ആശ എടുത്തു തന്നു എന്നാണ് പറയുന്നത്, അനിയത്തി എടുത്തു കൊടുത്തു എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, സുലോചന ചോദിക്കുന്നുണ്ട്, അപ്പോൾ വന്നിട്ട് കുറെ നേരം ആയില്ലേ, എന്നെ എന്തുകൊണ്ടാണ് വിളിക്കാത്തത് എന്ന്. അവർ മുറിയിലാണുള്ളത്, പുതിയതായിട്ട് വന്ന വീടാണ്, ആ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ ഇറങ്ങി വന്നതാണെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക. ആ സമയത്ത്, എന്നാൽ വീട്ടിലെത്തിയ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാര്യയോട് സംസാരിച്ചിട്ടില്ല. എങ്കിൽ ഭാര്യയെ ഒന്ന് കൺസിഡർ ചെയ്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവൾ കഴിച്ചോ എന്നൊരു വാക്ക് പോലും അവിടെ ചോദിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷെ അതൊന്നും ചെറുപ്പത്തിൽ ആ സിനിമ കണ്ടപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ
കാണുമ്പോൾ അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഡയലോഗിൽ പോലും ഈ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്ക് ഇപ്പൊ കാണുമ്പോൾ മോഹൻലാലിനെ എനിക്ക് നെഗറ്റീവ് റോളിലാണ് കാണുന്നത്. പ്രണയ വിവാഹത്തെ പോലും ക്ലൈമാക്സിൽ ഇതൊക്കെ പ്രണയ വിവാഹത്തിന്റെ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. പ്രണയ വിവാഹത്തിൽ ഇതൊക്കെ വലിച്ചിടുമ്പോഴാണ് കുഴപ്പം. ഞാൻ പ്രണയിച്ച ആളാണ് കൂടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ സേതുമാധവൻ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ ഓട്ടപ്പാച്ചലിന്റെ കൂടെ അവളെയും കൺസിഡർ ചെയ്യാമായിരുന്നു. എല്ലാ കാര്യത്തിലൊന്നും പറയുന്നില്ല. ഉർവശി ഒരു നാട്ടുമ്പുറത്തുകാരി, ഒരു പൊട്ടിപ്പെണ്ണ്, ലോകം അറിയാത്ത അന്നത്തെ കാലം, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും വേണ്ട. അത് കൊടുക്കുന്ന ഒരു തെറ്റായ മെസ്സേജ് ഉണ്ട്. കാരണം സിനിമയെ ഒക്കെ മാതൃകയാക്കി ജീവിക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ആ ഒരു കാലം ഉണ്ടായിരുന്നു. പെണ്ണിങ്ങനെയായിരിക്കണം, ഭാര്യ ഇങ്ങനെയായിരിക്കണം, ഭർത്താവ് ഇങ്ങനെ ഒരുപാട് തിരക്കുകളിലൂടെ പോകുന്ന ആളാണ്, അത് മനസ്സിലാക്കി ജീവിക്കുന്ന പെണ്ണായിരിക്കണം ഭാര്യ എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാലത്ത് ഈ സിനിമ വരുമ്പോൾ അത് എത്രത്തോളം ആ കാലത്തെ സ്ത്രീകളിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. വീണ്ടും ഹ്യൂമിലിയേഷൻ ആണ് കൊടുക്കുന്നത്. ഇതാണ് ശരി എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കല് വീണ്ടും സിനിമയിലൂടെ വരികയാണ്. അതുപോലെ നമുക്ക് നോക്കിയാൽ സേതുമാധവന് വളരെ എളുപ്പത്തിൽ സുലോചനയായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവർ തമ്മിൽ ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഫാക്ടറിയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അവരോട് മുൻപേ ഷെയർ ചെയ്യാമായിരുന്നു. ഇതിനിടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ സ്വർണം പണയം വെക്കാൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിക്ക്. എന്നാൽ അതേ സമയത്ത് തന്നെ താൻ ഇതിലൂടെയൊക്കെ കടന്നു പോവുകയാണ്, അതുകൊണ്ടാണ് തനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റാത്തത്. അതിന് മുമ്പ് അവർ ചോദിക്കുന്നുണ്ട് ഉച്ചയ്ക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല, സമയമില്ല എന്ന് പറയുന്നുണ്ട്, ഫാക്ടറിയിൽ തിരക്കാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ തിരക്ക്, എന്തുകൊണ്ടാണ് ഈ തിരക്ക്, എന്തൊക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ അവരൊരിക്കലും അതിനിടയ്ക്ക് സുലോചന ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, ഫാക്ടറിയിലേക്ക് വരാം, ഒരുമിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പോഴും സേതുമാധവന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് അതിനൊന്നും അവിടെ സമയം ഉണ്ടാവില്ല, നീ അവിടെ വന്നാൽ എനിക്ക് നിന്നെ ഒന്ന് നോക്കാൻ പോലും സമയം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും എഫേർട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എടുക്കാൻ റെഡി ആകുമ്പോഴും ഒന്നും ഷെയർ ചെയ്യാതെ എല്ലാം ഉള്ളിൽ ഒതുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ സേതുമാധവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുലോചന മനസ്സിലാക്കില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ക്ലൈമാക്സിൽ ഒരു സുഹൃത്ത് പറഞ്ഞ വാക്കില് അവർ കൺവിൻസ് ആവുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തെറ്റില്ല, നമ്മുടെ കാഴ്ചയിൽ തെറ്റില്ല. ആ കഥാപാത്രം റിയലൈസ് ചെയ്യുന്ന എൻ്റെ തെറ്റ് എന്ന് പറയുന്ന കാര്യം അവരൊരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന്, ആ സുഹൃത്തിനെ പോലും നമുക്ക് സിനിമയിൽ കാണിക്കുന്നില്ല, അത് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മോഹൻലാൽ ആ ലാസ്റ്റിലത്തെ ആ ഡയലോഗ് മാത്രം മതി എത്രത്തോളം കാര്യങ്ങൾ. ഇതുപോലെ സുലോചന ഈ സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം മുഴുവൻ കാണാതിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സേതുമാധവൻ പേടിച്ചു പോകുന്നുണ്ട്, തപ്പി നടക്കുന്നുണ്ട്. അതിനുശേഷം വന്നു കഴിയുമ്പോൾ അവരോട് പറയുന്നുണ്ട് എല്ലാം നിന്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് നീ കാണുന്നത്, നിനക്ക് നിന്റെ കാര്യം മാത്രം മതി, എനിക്ക് സന്തോഷമുണ്ടോ എന്ന് നീ നോക്കുന്നില്ല എന്നൊക്കെ സേതുമാധവൻ പറയുന്നുണ്ട്. ഒരു ദിവസം ഇവരെ കാണാതിരിക്കുന്ന സമയത്ത് സേതുമാധവൻ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ ദിവസവും ഭർത്താവിനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് വൈകിട്ട് തനിക്ക് കിട്ടുന്ന ഒരു 5 മിനിറ്റ് പോലും സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു ഭർത്താവിനെ കിട്ടുന്ന അവരുടെ ഇത്രയും ദിവസത്തെ ലൈഫ് എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കും. ഈ മോഹൻലാലിന്റെ കഥാപാത്രത്തെ നല്ലതാക്കിയിട്ട് അവതരിപ്പിക്കാനാണ് സംവിധായകനും എഴുത്തുകാരനും ശ്രമിക്കുന്നത്. അതേസമയം ഉർവശി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ നെഗറ്റീവ് ആക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിലൊരു ഡയലോഗാണ് നിങ്ങൾക്ക് മറ്റു പെൺകുട്ടികളെ വേറെ ഏതെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിപ്പിക്കുന്ന ഡയലോഗ്. അത് ചോദിപ്പിക്കുകയാണ്. ആക്ച്വലി നമുക്ക് ആ ഒരു കോൺവെർസേഷൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവിടെ ആ ഡയലോഗിൻ്റെ ആവശ്യമില്ല. ഈ ഒരു തവണയെങ്കിലും സുലോചനയെ മനസ്സിലാക്കാൻ സേതുമാധവൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഡയലോഗ് ഉർവശിക്കിൻ്റെ ക്യാരക്ടറിന് ചോദിക്കേണ്ടി വരില്ല. അപ്പോൾ ആ ക്യാരക്ടറിനെ നെഗറ്റീവ് ആക്കിയിട്ട് വെറുപ്പിച്ചിട്ട് മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ നന്നാക്കാൻ ശ്രമിക്കുന്ന കുറേ സന്ദർഭങ്ങളും നമുക്ക് ഈ സിനിമയിലായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഉർവശി പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, അതായത് ആ പറഞ്ഞു എന്ന് നമ്മൾ മാഗസിനിൽ പറയപ്പെടുന്ന കാര്യം, ഈ സമീപകാലത്ത് അഭിരാമി ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറയുന്ന സിനിമയിലെ ക്ലൈമാക്സിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ സമീപകാലത്ത് ഏറെ അതുപോലെ തന്നെ ഒരു സിനിമയാണ്. അന്നത്തെ കാലത്ത് ശരിയാണെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഈ സിനിമയിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്ന പോലത്തെ കാര്യങ്ങളാണ്. സമൂഹത്തിന് ഈ കലാരൂപങ്ങൾക്ക്, കലയ്ക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ മുമ്പേ ഉള്ള ഇപ്പം സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ പുസ്തകങ്ങൾ എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, എഴുത്തുകൾ എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, സിനിമകൾ ഒരു കാലത്ത് സിനിമ ഒരുപാട് സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത് കലയാണ്, ഇത് ജീവിതമാണെന്ന് നമുക്ക് ഇപ്പൊ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്കിൽ പോലും എല്ലാ കാലത്തും ഒരു സോഷ്യൽ റിഫ്ലക്ഷൻ തന്നെയാണ് സിനിമയിലൂടെ വരുന്നത്. അതെ, അപ്പൊ ആ
ഒരു തെറ്റായ മെസ്സേജ് ആയിരുന്നു, അല്ലെങ്കിൽ ഇൻജക്റ്റ് ചെയ്യുമായിരുന്നു, ഇങ്ങനെയാണ് സ്ത്രീ, ഇത് ഇങ്ങനെ വേണം ജീവിക്കാൻ. നമ്മുടെ ഒരു ജയറാമിന്റെ ഒരു സിനിമയുണ്ടല്ലോ കളിവീട്, വേറൊരു ഭാര്യയെ കൊണ്ടുവന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് എനിക്കിങ്ങനെ ഒരു ഭാര്യ. അത് എത്ര വലിയ തെറ്റായ മെസ്സേജ് ആണോ കൊടുക്കുന്നത്. ഇപ്പോഴും ആ ഡയലോഗ് വെച്ചിട്ട് മിഥുനം സ്റ്റൈൽ ഹണിമൂണ്, മിഥുനം സ്റ്റൈൽ കല്യാണം. അതെ, കൂട്ടുകുടുംബങ്ങളിലെ ചില പ്രശ്നങ്ങൾ കൂടി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതതിന്റെ ഒരു പോസിറ്റീവ് വശമാണ്. മിഥുനം സിനിമയുടെ പോസിറ്റീവ് വശമായിട്ട് കൂട്ടുകുടുംബങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എങ്ങനെയൊക്കെ അത് പരിഹരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു ഭാര്യയോട് എങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ഭാര്യ ഭർത്താവ് ബന്ധം എന്നുള്ളതിന് ഉപരി ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നത് അറിയാത്തത് കൊണ്ടുണ്ടായ കുറേ പ്രശ്നങ്ങൾ. പക്ഷെ അതിന്റെ ക്ലൈമാക്സിൽ ഏറ്റവും വിഷമം തോന്നിക്കുന്ന കാര്യം, ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് സേതുമാധവൻ സുലോചനയും കൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് സുലോചന തന്നെ പറയുകയാണ്, എൻ്റെ കൂട്ടുകാരി പറയുമ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്, എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാകുന്നു. അപ്പൊ സേതുമാധവൻ എടുത്തു ചോദിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് തെറ്റ് മനസ്സിലായോ എന്ന്. അത് ആ ചോദിക്കുന്ന കാര്യം ഇപ്പൊ കാണുമ്പോൾ, പണ്ട് കാണുമ്പോൾ അതിലൊരു കുഴപ്പവും തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്രയും അധികം ആ ഒരു ഭാര്യയെ ആ ഒരു വീട്ടിൽ കൊണ്ടുപോയി ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് ഒട്ടും കൺസിഡർ ചെയ്യാതെ, അവരുടെ ആവശ്യങ്ങൾക്കൊന്നും കൂടെ നിൽക്കാതെ, ഈവൻ അവർക്ക് ഊട്ടിയിൽ ഹണിമൂൺ പോകണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പോലും കുടുംബസമേതം പോയി അത് മൊത്തത്തിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും കുളമാക്കി കൊടുത്തതിന് ശേഷം നിന്റെ തെറ്റ് നിനക്ക് വ്യക്തമായി മനസ്സിലാക്കിയോ എന്ന് ഊന്നി ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷമാണെങ്കിലും അവരെ വീട്ടിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ നമുക്ക് ആ ഹണിമൂണ് തുടരാം എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അതൊരു ഔദാര്യം പോലെ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തു, ഞാൻ സാക്രിഫൈസ് ചെയ്യാണെന്നുള്ള ഒരു ഇതാണ്. അവിടെയും ആ പുരുഷ കഥാപാത്രം, ഭർത്താവിന്റെ കഥാപാത്രം അംഗീകരിക്കുന്നില്ല. എന്റെ ഭാഗത്തും വീഴ്ചകൾ വന്നു എന്നൊരു ഡയലോഗ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും ഇനി ശരിപ്പെടുത്താൻ ശ്രമിക്കാന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമായിരുന്നു. ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അത് അവിടെ ഒരു മെസ്സേജ് കൊടുക്കായിരുന്നു, അവിടെ എങ്കിലും കൊടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് അയാളോട് ഇക്കാര്യം സംസാരിക്കുന്നത് പോലെ എങ്കിലും ഉള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ, നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, അവളുടെ ഭാഗത്ത് മാത്രമല്ല എന്നുള്ള ഒരു കാര്യമെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ. എനിക്ക് തോന്നി വെറുതെയല്ല ഭാര്യ എന്ന സിനിമയിലും ക്ലൈമാക്സ് ഭാഗത്ത് ഇതുപോലെ ഭാര്യ ഒരുപാട് അനുഭവിച്ച് അത്രയും സംശയരോഗിയായിട്ടുള്ള, അത്രയും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഗോപികയുടെ കഥാപാത്രം, ജയറാമിന്റെ കഥാപാത്രത്തിൽ നിന്ന് മാറിപ്പോയിട്ട് വീണ്ടും കൗൺസിലിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യയുടെ തെറ്റായിരുന്നു എന്ന രീതിയിലേക്ക് അത് പോർട്രേ ചെയ്യപ്പെട്ടിട്ടാണ് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുന്നത്. ശരിക്കും ഇതൊക്കെ ഒരു അച്ചിൽ വാർത്തതുപോലെയുള്ള കുറെ കഥാപാത്രങ്ങളാണ്. ആളുകൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു എന്നതിന്റെ ഒരു കുറച്ചുകൂടി, കാരണം വെറുതെയുള്ള ഭാര്യയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയാണ്, അതിലും ഇത് തന്നെയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പോയിന്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെറുതെയല്ല ഭാര്യയിൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഗോപികയുടെ കഥാപാത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അവിടെയും ജയറാമിന് തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴും കുറ്റം വരുന്നത് അമ്മ, ഭാര്യ. അത് മനസ്സിലാക്കണമായിരുന്നു, തിരിച്ചറിയണമായിരുന്നു എന്നുള്ളൊരു പോർഷനിലാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഉർവശി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ആ മാഗസീനിൽ കണ്ട ഈ വ്യക്തി എഴുതിയതുപോലെ, ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ സുലോചന സേതുമാധവന്റെ വീട്ടിലേക്ക് മടങ്ങി പോകേണ്ടിയിരുന്നില്ല എന്നതിനൊപ്പം തന്നെ ഒരുപക്ഷെ മടങ്ങി പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പലരും തമ്മിൽ പ്രശ്നങ്ങൾ വരും അല്ലെ. പക്ഷെ മടങ്ങി പോകുമ്പോൾ രണ്ട് ഭാഗത്തെയും തെറ്റുകൾ ഒരുപോലെ മനസ്സിലാക്കുകയും ആ ഒരു കൺസിഡറേഷൻ, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ എത്ര നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു സന്ദേശമായിരുന്നു ആ സിനിമ നൽകിയിരുന്നതെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും സിനിമ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ, ഇത്തരം സിനിമകൾ വീണ്ടും വാച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കട്ടെ, ഇതിലെ തെറ്റുകൾ ആളുകൾക്ക് മനസ്സിലാകട്ടെ എന്ന് ആശിക്കുകയാണ്.